ഇല്ലാത്ത കഥ പറഞ്ഞ് ന്യായീകരണവുമായി CPM കിടന്നിങ്ങനെ മെഴുകുമ്പോൾ തോറ്റ കഥയാണ് കേട്ടോ. CPIക്ക് വ്യത്യസ്തമായൊരു അഭിപ്രായമാണ് എന്നാണ് കേൾക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രമുഖനായ CPM നേതാവ്, മുൻ MP, മുൻ അസിസ്റ്റൻറ്റ് സെക്രട്ടറി പന്യൻ രവീന്ദ്രൻ്റെ മകനുണ്ട്, രൂപേഷ് പന്യൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഇപ്പോൾ കണ്ണൂർ മേഖലയിലൊക്കെ തന്നെ വലിയ ചർച്ചയായിരിക്കുകയാണ്. കേരളത്തിലും ഇപ്പോൾ അത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. ഒരു CPMൻ്റെ രാഷ്ട്രീയം അറിയാവുന്ന ഒരു CPM നേതാവിൻ്റെ മകൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ വിമർശനാത്മകമായ പോസ്റ്റാണ്. ഒന്ന് നോക്കാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഫലം വന്നു, തുടർഭരണം തുള വീണ കിനാവ് പോലെ അസ്തമിച്ചു. തുള വീണ കിനാവ്. അധികാരത്തിൻ്റെ അധിക സുഖം നുകർന്നവരും ഭരണത്തിൻ്റെ അരിക പറ്റി നിന്നവരും അസ്തമിച്ച ആ കിനാവിൻ്റെ പടവുകളിൽ നിന്നിറങ്ങി വരാൻ ഇനിയും സമയമെടുക്കും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അധികാരത്തിൻ്റെ ആ ഒരു മധുരം ഇപ്പോഴും നാവിൽ നിന്ന് പോയിട്ടില്ല എന്ന തോന്നലാണ് ഇവിടെ പല ഇടതുപക്ഷക്കാർക്കും. ഇനിയുള്ള കാലം കിനാവ് കണ്ട് കാത്തിരിക്കാനാവാത്തവർ പുതിയ കൂടാരങ്ങൾ തേടിപ്പോകും. തീർച്ചയായിട്ടും ചായം മുഖ്യ കമ്മ്യൂണിസ്റ്റുകൾ കോലം മാറിയ പുതിയ ലാവണങ്ങൾ തേടിപ്പോകും. ചായം തേക്കാത്ത കമ്മ്യൂണിസ്റ്റുകാർ കോലം മാറാതെ കാലം സാക്ഷിയായി എന്നും ഇവിടെ ഉണ്ടാകും. ചായം തേക്കാത്ത കമ്മ്യൂണിസ്റ്റുകൾ കോലം മാറാതെ കാലം സാക്ഷിയായി എന്നും ഇവിടെ ഉണ്ടാകും. അധികാരത്തിൻ്റെ അപ്പക്കഷ്ണങ്ങൾ ആവോളം രുചിച്ചവർക്കൊരിക്കലും മുങ്ങിയ വെള്ളത്തിൽ ഞാന്ന് പിടിച്ച് മുന്നോട്ട് പോകാനാകില്ല. അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നത് വെറുമൊരു കമ്മോഡിറ്റി മാത്രമാണ്. അധികാരത്തിനും ആർഭാടങ്ങൾക്കുമായി അവർ കണ്ടെത്തിയ ഒരു കമ്മോഡിറ്റി. അല്പം നീണ്ട പോസ്റ്റാണ്. തോറ്റതിൽ ഞങ്ങൾക്ക് വിഷമമില്ല, തോൽക്കാനിടയാക്കിയ കാരണങ്ങളാണ് ഞങ്ങളെ വേദനിപ്പിക്കുന്നത് എന്ന് പന്യൻ രവീന്ദ്രൻ്റെ മകൻ പറഞ്ഞു വയ്ക്കുന്നു. തിരുത്താനായി വഴികാട്ടിത്തന്ന ജനത്തോട് നന്ദി പറയുകയാണ്. അധികാരമല്ല നമ്മളെ കമ്മ്യൂണിസ്റ്റാക്കിയത്, അധികാരം നോക്കി കമ്മ്യൂണിസ്റ്റ് ആയവരുടെ കൂട്ടത്തിൽ പെട്ടുപോയി എന്നത് മാത്രമാണ് ഞങ്ങളിലെ കമ്മ്യൂണിസ്റ്റിനെ വേദനിപ്പിക്കുന്നത്. അധികാരമല്ല പ്രശ്നം. ലാൽസലം പറഞ്ഞുകൊണ്ടാണ് രൂപേഷ് പന്യൻ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഈ 2 തവണ അധികാരം കിട്ടിയതിൻ്റെ ആ ഒരു ഉന്മാദത്തിൽ, ആ ഒരു ഭ്രാന്തമായ ചിന്തയിലേക്ക് കടന്നുപോയതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. ഞാൻ P. രാജീവ് പറയുന്നത് പോലെയോ അല്ലെങ്കിൽ KT കുഞ്ഞിക്കണ്ണൻ പറയുന്നത് പോലെയോ MA ബേബി പറയുന്നത് പോലെയോ വലിയ വാക്കുകൾ ഉപയോഗിക്കുന്നതല്ല. ഇതൊരു വിഭാഗത്തിൻ്റെ തന്നെ, രാഷ്ട്രീയ വിഭാഗത്തിൻ്റെ തന്നെ പരാജയമാണ്. ഇതൊരു വ്യക്തിയുടെ, പിണറായി വിജയൻ്റെ പരാജയമല്ല, അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള CPM നേതാക്കളുടെ പരാജയമല്ല. ഇത് ഒരാശയത്തിൻ്റെ, അതായത് തെറ്റായ രീതിയിൽ സഞ്ചരിക്കുന്ന, ജനവിരുദ്ധത, ജനകീയത നഷ്ടപ്പെട്ട, അഹങ്കാരം മൂത്ത, ധാർഷ്ട്യം മൂത്ത ഒരാശയത്തിൻ്റെ കൂടി പരാജയമാണ്. അതിൽ ഈ വ്യക്തികളൊക്കെ ഭാഗഭാക്കുകളായി എന്ന് മാത്രമേ ഉള്ളൂ. തുളവീണ കിനാവ് ഇപ്പം ജയിക്കും, 3ാമതും അധികാരത്തിൽ വരും, ഞങ്ങളല്ലാതെ മറ്റാര്? ആ ഒരൊറ്റ വാക്കാണ് നമുക്ക് ഏറ്റവും പ്രാധാന്യത്തോടെ കാണേണ്ടത്. ഞങ്ങളല്ലാതെ മറ്റാര്? അതായത് ഞങ്ങളല്ലാതെ മറ്റെല്ലാവരും ഇവിടെ കിഴങ്ങന്മാരാണ്, ഭരിക്കാനറിയാത്തവരാണ്, രാഷ്ട്രീയം അറിയാത്തവരാണ്, ജനങ്ങളെ അറിയാത്തവരാണ്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇതൊരു ഏകാധിപത്യപരമായൊരു മുദ്രാവാക്യമായിരുന്നു ഞങ്ങളല്ലാതെ, LDF അല്ലാതെ മറ്റാര് എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെ തോൽക്കാൻ കാരണമായി. തോൽക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിപ്പം 10 കൊല്ലം വിലയിരുത്തിയാലും തീരില്ല. ഇടതുപക്ഷത്തിനേറ്റ തിരിച്ചടി എന്ന് പറയുന്നത് സമാനതകളില്ലാത്തതാണ്. അഹങ്കാരത്തിന് കിട്ടിയ മറുപടിയാണ്. ജനങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. പിണറായി വിജയൻ ഭരിച്ചത് മുഴുവൻ ഭയം ജനിപ്പിച്ചാണ്. ഈ 40 കാറുകളുടെ അകമ്പടിയോടെ രാജാവിനെ പോലെ, ചക്രവർത്തിയെപ്പോലെ വഴിനീള ബ്ലോക്ക് ചെയ്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഭയപ്പെടുത്തി കടന്നു പോകുമ്പോൾ ഞാനല്ലാതെ മറ്റാര് എന്ന ചിന്ത അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ടാകണം. അതുതന്നെയാണ് തോൽക്കാൻ കാരണം. നമ്മൾ കമ്മ്യൂണിസത്തെയോ മാർക്സിസ്റ്റ് ആശയങ്ങളെയോ ലെനിനിസ്റ്റ് ചിന്താഗതികളെയോ ഒന്നും തള്ളി പറയുന്നില്ല. അതൊക്കെ നല്ലത് തന്നെ. പക്ഷേ അത് ആവിഷ്കരിക്കുന്നത് എങ്ങനെ? ഭയപ്പെടുത്തിയല്ല, ധാർഷ്ട്യം കൊണ്ടല്ല, അഹങ്കാരം കൊണ്ടല്ല എന്നുള്ള കാര്യം ഈ തോറ്റ് തുന്നമ്പാടി വീട്ടിൽ പോയിരിക്കുന്നവർ, അവർക്ക് അത് ബോധ്യമായിട്ടുണ്ടാകണം.